ആ പയ്യനെ കാണാനുള്ള ഭംഗിയുണ്ടല്ലേ, പക്ഷെ പയ്യനും ജീവിച്ചിരിപ്പില്ലടോ. തൊട്ടടുത്തേക്ക് എന്നാ കാമുകിയില്ലേ, നൈസായിട്ട് അങ്ങ് തീർത്താന്നുള്ളതാണ്. ആ പയ്യൻ കോടീശ്വരനാണ്, പൂനെയിലുള്ള ഒരു ബിസിനസ്മാൻ ആണ്. ഈ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനും അവന്റെ ഫാമിലിയൊക്കെ അടിപൊളി റിച്ച് ആണ്. പക്ഷെ ഈ പെണ്ണ് മറ്റൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നേ. ആ പയ്യന്റെ കയ്യിൽ 5 കായില്ല എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും ചേർന്നുകൊണ്ട് വർഷങ്ങളായിട്ട് എടുത്തൊരു പ്ലാനാണ് ഇവനെ വളയ്ക്കുക, കൊണ്ടുപോവുക, തീർക്കുക, കയ്യിൽ നിന്നുള്ള കായ് ഒപ്പിക്കുക എന്നുള്ള പരിപാടി. പക്ഷെ എല്ലാം ഒന്ന് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു അപകടം കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റോറി ഇട്ടു. എന്റെ അവസാന പിറന്നാളിന് നീ എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പോലീസുകാർക്ക് അവിടുന്ന് സംശയം തുടങ്ങി എന്നുള്ളതാണ്. പോലീസുകാർ അന്വേഷിച്ചു. ഏകദേശം 1.5 വർഷത്തിന്റെ ഇടയിൽ 10-30,000 തവണയാണ് ഈ പെണ്ണ് മറ്റേ കാമുകനെ കോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടുകൂടി പോലീസുകാർ സംശയം അങ്ങ് സ്ഥിരീകരിച്ചു. നമുക്ക് എന്തായാലും ഇനി ആ വാർത്തയിലോട്ടൊന്ന് കടക്കാം. പുനെ സ്വദേശിയായ വ്യവസായി കേതൻ വിശാൽ അഗർവാളിന്റെ മരണം ആസൂത്രിത കൊലപാതകം. പ്രതിശ്രുത വധു സിയ കുറ്റം സമ്മതിച്ചു. സിയയും ആൺസുഹൃത്തും അറസ്റ്റിലായിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ കോട്ടയിൽ ട്രക്കിങ്ങിനിടെ താഴ്ചയിലേക്ക് വീണാണ് കേതൻ കൊല്ലപ്പെട്ടത്. കോടികൾ ചെലവിട്ട് നടന്ന വിവാഹം ഗംഭീരമാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ അവസാനം പങ്കുവച്ച വീഡിയോ അടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും, വലിയ ഞെട്ടലുണ്ടാക്കുന്നതുമാണ്. പ്രതിശ്രുത വരനെ കാമുകനൊപ്പം യുവതി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ആ വിവാഹം വേണ്ടെന്ന് വെക്കാമായിരുന്നു, പകരം അയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ ആസൂത്രിത കൊലപാതകത്തിന് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അഭിനന്ദ്? സ്മൃതി, അങ്ങേറ്റം നടുങ്ങിയ സംഭവം തന്നെയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്നൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഒരു സ്വാഭാവികമായും താഴ്ചയിലേക്ക് വീണ് മരിച്ചു എന്നായിരുന്നു അത് വിശ്വസിപ്പിക്കുകയും ചെയ്ത്. ഇപ്പോൾ പ്രതിശ്രുത വധു തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ആൺ സുഹൃത്തും അറസ്റ്റിലായിരിക്കുന്നു. എന്തായാലും ഇതിന്റെ ഒരു സംഭവം എന്നത് കേതൻ എന്നാണ് ഈ കൊല്ലപ്പെട്ട ആളുടെ പേര്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. പ്രമുഖ കമ്പനികളിലടക്കം പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ഈ കേതൻ എന്ന് പറയുന്നത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം താൻ ചെയ്തതെന്നാണ് ഈ പ്രതിശ്രുത വധുവായിട്ടുള്ള സിയ ഗോയൽ ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മരണത്തിന് ശേഷം ഇത്തരമൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ സിയ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ശ്രമിച്ചെങ്കിലും പോലീസിന്റെ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിലാണ് സിയയിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തത്. ഇപ്പോൾ അതിന്റെ ചുരുളേതായാലും അഴിഞ്ഞിട്ടുണ്ട്. ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ചേതൻ എന്നാണ് കാമുകന്റെ പേര്. ചേതനൊപ്പം ജീവിക്കുവാൻ വേണ്ടിയിട്ട് കേതനെ കൊന്നുകളയുക എന്നതായിരുന്നു സിയയുടെ ഉദ്ദേശം. ഇതിനായി ട്രക്കിങ്ങിനായി കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. 350 അടി താഴ്ചയിലേക്ക് ഇവർ രണ്ടുപേരും കൂടി ഓക്കെ, എന്തായാലും നല്ല 8ന്റെ പണി തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നൈസായിട്ടാണ് ഊരിപ്പോന്ന് വിചാരിച്ചു, പൈസ കടിച്ചു മാറ്റി പതുക്കെ അങ്ങ് ഊരിപ്പോന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാണ്, കിട്ടിയ പണി 1.5 പണി എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. അതായത് ഇവരുടെ എൻഗേജ്മെന്റ് ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. വളരെ വളരെ ആർഭാടമായിട്ട് നടത്തിയതാണ്. ഇതൊന്നും കൂടാതെ കുറച്ച് വീഡിയോസ് വേറെയും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയൊക്കെ പോകുന്ന പബ്ബുകളൊക്കെ ഉണ്ടല്ലോ, കോടീശ്വരന്മാര് പോകുന്ന നല്ല റിച്ച് പരിപാടിയിലേക്കാണ് പോവാറ്. ഒക്കെ ഈ പയ്യന്റെ പൈസ എന്നുള്ളതാണ്. എന്തായാലും ചേതൻ എന്നാണ് കേട്ടോ കാമുകന്റെ പേര്, കേതൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരും. ഓക്കെ, ഏകദേശം പേരിനോട് സാമ്യമുണ്ട്. നൈസായിട്ട് അങ്ങ് തീർക്കാന്നുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ സൈഡിൽ കാണുന്നത് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോ ആണ്. അതുകൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. लोहगढ़ किले पे घूमने के लिए गए थे और वहाँ पे तकरीबन 10:30-11 के आसपास सिया गोयल ने फ़ोन करके बताया कि वो जो लड़का केतन अग्रवाल है वो फिसल के गिर गया और उसकी लोहगढ़ किले से नीचे गिरा और उसकी मृत्यु हो गई है। तो इसके बाद वहाँ जो सिक्योरिटी गार्ड हैं, पुलिस और इसके जो मैयत है और वो जो लड़की है उसके घर वाले गए। तो पुलिस स्टेशन में उसी दिन एडी दाखिल की गई 36/2026 जो है सेक्शन 194 के अंतर्गत। तो ये केस दाखिल करने के बाद फिर जो आगे तपास किया गया, उस तपास में कुछ बातें हमारे सामने आई। जो इनके रिश्तेदार हैं या उनके फ्रेंड सर्कल से कुछ बातें समझी, जिससे हमें संशय निर्माण हुआ कि ये इस तरह की घटना अचानक से होना बहुत ज़्यादा प्रोबेबल नहीं है। खासकर वो लड़का जो है वो ट्रैकिंग करता था, काफ़ी ट्रैकिंग की थी उसने। तो उस हिसाब से फिर आगे और संशय, फिर फैमिली ने इस पे डाउट लिया। फैमिली की तरफ से हमारे तरफ एक तकरार की गई कि इसमें कुछ तो संशयपद जो है दिख रहा है। और फिर हमने अपने जो गोपनीय सूत्र हैं
और उसके बिना कुछ साक्षीदार और जो तांत्रिक पुरावे हैं उसमें तपास करने के बाद सामने आया कि ये जो लड़की है सिया गोयल, इसका एक फ्रेंड जो चेतन चौधरी नाम का है, जो इस यहाँ पे ये लड़की इसकी फैमिली का काम है मार्केट यार्ड में, उनकी भी दुकान उधर ही है, तो इनकी आपस में कुछ 1 साल के आसपास से पहचान थी। तो इन दोनों ने ये प्लान किया और प्लान करने के बाद इस घटना को अंजाम दिया और उस लोहगढ़ किले पे इन्होंने वो केतन अग्रवाल को धक्का दिया और वो नीचे गिरा और उसकी मृत्यु हो गई। और इस केस में जो लोनावाड़ा ग्रामीण पुलिस स्टेशन है उसमें 168 2026 कलम 103 BNS और 61(2) इसके अंतर्गत मर्डर का गुना हमने दाखिल किया है और इन दोनों को ताबे में लिया है और अधिक पूछताछ में इन्होंने कबूली भी दी है और अधिक तपास अभी चालू है। ഓക്കെ, സോറി, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. സോറി, ഞാൻ അതിന്റെ കൂടെ തന്നെ മുഴുവൻ കേട്ടു എന്നുള്ളതാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേതൻ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരാളാണ്. സിയ ഗോയലുമായിട്ട് പ്രണയത്തിലാവുന്നു. ലോഹഗട്ട് കോട്ട സന്ദർശിക്കാനാണ് പോയത്. 10:30-നും 45-നും ഇടയിലാണ് സിയ ഗോള് ഫോൺ വിളിച്ച് കേതൻ കോട്ടയിൽ നിന്ന് കാല് വഴുതി വീണെന്ന് അറിയിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ ഇതൊരു അപകട മരണം എന്ന നിലയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് കേതൻ മുൻപും ട്രക്കിംഗ് നടത്തി പരിചയമുള്ള ആളാണെന്ന് പിന്നീട് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. സുഹൃത്തുക്കളോടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ പോലീസുകാർക്ക് ഇങ്ങനെ ഒരു അപകടം വന്ന് മരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ കുടുംബാംഗങ്ങളോടും ഇത് അന്വേഷിച്ചപ്പോൾ അവരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സാക്ഷിമൊഴികളുടെയും സാങ്കേതിക തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സിയ ഗോയലിന്റെ സുഹൃത്തായ ചേതൻ ചൗധരിയും സിയയും ചേർന്ന് 1 വർഷത്തോളമായി ഈ കൊലപാതകം പ്ലാൻ ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തി. അതൊന്നും കൂടാതെ രണ്ടുപേരും അങ്ങോട്ട് കയറി ചെല്ലുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് കാണുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യിൽ ഇവരെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അപ്പൊ അത് ചോദിച്ച സമയത്ത് പറയുന്നത് ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്താന്നുള്ളതാണ്. ആ പേരും പറഞ്ഞാണ് കയറിപ്പോയത്. അത് തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഡൗട്ട് ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. ലോഹഗഡ് കോട്ടയിൽ വെച്ച് ഇരുവരും ചേർന്ന് കേതൻ അഗർവാളിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ലോണാവാല റൂറൽ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ ചേതൻ എന്ന് പറയുന്ന വ്യക്തിയില്ലേ, ഇവളുടെ കാമുകൻ ഇതിന്റെ മുകളിലേക്ക് എക്സസൈസ് ചെയ്യാനാണെന്നിട്ട് പറഞ്ഞിട്ടാണ് കയറി ചെന്നത് എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. അവരങ്ങനെ പറഞ്ഞിട്ട് കയറി ചെന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ പ്രണയവും ദിവ്യപ്രണയമല്ല എന്നുള്ളതാണ്. ചിലതൊക്കെ മോശമാണെന്നുള്ളതാണ്. ഇതിൽ ഞാൻ ജെൻഡറിനെ എടുത്ത് പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ചില പെണ്ണുങ്ങളും മോശമാണ്, ചില ആണുങ്ങളും മോശമാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാനൊന്നും കഴിയില്ല. വരാനുള്ളത് വഴി തങ്ങില്ല എന്നുള്ളതാണ്. എന്തായാലും ക്വാഡികൾ മുക്കാൻ ശ്രമിച്ചു, അവസാനം ജയിലിൽ കിടക്കുന്നു. രണ്ടിനും പൊക്കിയിട്ടുണ്ട്, രണ്ടും ഇപ്പൊ ജയിലിലാണ് കിടക്കുന്നത്. അപ്പൊ വീണ്ടും വരാൻ കേട്ട പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.